ഹലോ ഗേസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതെൻ്റെ സാൻ്റെ മോളാണ് കേട്ടോ. അവൾ മുരിങ്ങൂര് പോയി കാണാം. അപ്പോൾ അപ്പാപ്പൻ്റെ കൂടെ ചാലക്കുടി മണീൻ്റെ പാർക്കിൽ പോയി ആ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നെ. അപ്പോൾ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതേ സൺഡേ രാവിലെ 5:30 എണീറ്റ് പുട്ടുണ്ടാക്കി ചായ വെച്ച് പള്ളിയിലോട്ട് പോയി. തീ കൂട്ടി തന്നത് എൻ്റെ കെട്ടിയവനാണ്. പിന്നെ അമ്മ അരിയിട്ടു. അമ്മ അങ്ങനെ ചോറൊക്കെ ഊറ്റി വെച്ചായിരുന്നു. പിന്നെ എനിക്കുള്ള പണി ഇറച്ചി നുറുക്കണം, അലക്കണം, അങ്ങനെയുള്ള കൊച്ചു കൊച്ചു പണികളുണ്ട്. ഇറച്ചി നുറുക്കിയെടുത്തായിരുന്നു. ഇറച്ചി മേടിച്ചിട്ടൊന്ന് ഇറച്ചി നുറുക്കായിരുന്നതാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വല്ല ഫുഡ് കഴിക്കാൻ നോക്കും. അതുപോലെ പുട്ടും പഴം കൂടി കഴിച്ചിട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് വർക്ക് ഉണ്ടാവും ചിലപ്പോൾ എന്ന് പറഞ്ഞിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് വർക്ക് ഉണ്ടായിരുന്നു. പള്ളിയിൽ പോയ കാരണം കൊണ്ട് കുഴപ്പമില്ല, വർക്കിന് പോയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ വേഗം തന്നെ കഴുകി വെച്ചേക്കാം കേട്ടോ, മാലയ്ക്ക് വെച്ചേക്കാം കേട്ടോ. സെഫുട്ടനെ ഇന്നലെ ഹോസ്പിറ്റലിൽ കാണിച്ചിരുന്നു. വേറെ ഒന്നുമല്ല കേട്ടോ, അവനെ നോക്കുമ്പോൾ തൊലി പോലെ ഞങ്ങൾ കണ്ടത് വെള്ളച്ചിരിക്കുന്നുണ്ട്. നാക്കിൻ്റെ പകുതി ഭാഗം തൊട്ട് വെള്ളച്ചിരിക്കുന്നുണ്ട്. തുമ്പത്തൊന്നും കുഴപ്പമില്ല, ഉള്ളിലാണ്. അപ്പോൾ മരുന്ന് കൊടുക്കാൻ പറഞ്ഞിരുന്നത്. പൂപ്പലുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പം മൗത്ത് പെയിൻറ്റ് വായിൽ 3 തുള്ളി എടുത്ത് 3 നേരം പരറ്റാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് പറ്റുന്നുണ്ട്. അപ്പോൾ തൊലി പോവൽ തുടങ്ങിയിട്ട് കുറച്ച് നാളായിരുന്നാലും അത് കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നാലും വെള്ളിയാഴ്ച, ഇന്നിപ്പോൾ ഒരു സൺഡേ ആണ് കേട്ടോ. അപ്പോൾ വെള്ളിയാഴ്ച അവന് വൈകുന്നേരം ഭയങ്കര വാശിയും കാര്യങ്ങളൊക്കെ ആയി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ പിന്നെ ഒരു വൈറ്റമിൻ ഡ്രോപ്പ് കൊടുക്കാനായിട്ട് പറഞ്ഞിരുന്നു. എന്തോ പേര് ഡെലീസസോ അങ്ങനെ എന്തോ തോന്നുന്നു, പേര് ഞാൻ അങ്ങനെ ഓർക്കണില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു വൈറ്റമിൻ ഡ്രോപ്പ് ഒരു ഫില്ലർ വെച്ച് കൊടുക്കാൻ വേണ്ടി 2 നേരം. അത് വെറുതെ ഒരു വൈറ്റമിൻ ഡ്രോപ്പ് എന്തെങ്കിലും കൊടുത്തോട്ടെ. ഇവന് വെയിറ്റൊക്കെ കുറവാണല്ലോ, വെയിറ്റ് കുറവാണ്. അവൻ ജനിച്ചപ്പോൾ വെയിറ്റ് കുറവായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ വിശേഷങ്ങൾ. അവനവിടെ സോഫ വിരിക്കുകയാണ്. നമ്മുടെ ഇറച്ചി അവിടെ കഴുകി വെച്ചിട്ടുണ്ട്. ഉപ്പ് മഞ്ഞപ്പൊടി ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ, അതൊക്കെ പറ്റി വെക്കണം. അവന് ആ മൗത്ത് പെയിൻ്റ് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. എന്ന് വെച്ചാൽ ഒരു വെളിച്ചെണ്ണ മാതിരി ഒരു ഇതാണ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല, പക്ഷേ എനിക്കും ഒരു കൊള്ളിയാത്ത പോലെ തോന്നി. മൗത്ത് പെയിൻറ്റ് കാൻഡിഡ് മൗത്ത് പെയിൻ്റാണ് കേട്ടോ. അപ്പോൾ മറ്റേ വൈറ്റമിൻ ഡ്രോപ്പ് അവന് ഇഷ്ടപ്പെട്ടു. ഒരു പിള്ളേരെ കുടിച്ചുള്ള നല്ല മധുരം മഞ്ഞ കളറുള്ള ഒരു ഡ്രോപ്പാണ്, യെല്ലോ കളറിലാണ്. അപ്പോൾ ഞാൻ വേഗം തന്നെ മുഖമൊക്കെ തുടച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത കാര്യങ്ങളോട്ട് പോകാനുണ്ടല്ലോ. ഞാൻ മരുന്നൊക്കെ കൊണ്ട് അതിന് പില്ലറ് കഴുകേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഉറുമ്പ് വരും. ഉറുമ്പുകൾ ഇവിടെ നിറച്ചുണ്ട്. അവിടെ ഇവിടെയും ചെറിയൊരു എന്താ പറയുക, ഉള്ളിയുടെ കഷ്ണം കിടന്ന് കണ്ടാൽ ഉറുമ്പാണ്. മധുരം വേണമെന്നില്ല, പഞ്ചസാര വേണമെന്നില്ല, വേറെ എന്തെങ്കിലും കഷ്ണങ്ങൾ ചെറുത് കിടന്ന ഉറുമ്പ് ചുറ്റും കൂടും. അങ്ങനെയാണ് ഉറുമ്പിൻ്റെ കാര്യങ്ങൾ. എൻ്റെ പൊന്നെ, ഉറുമ്പിനെ കൊണ്ട് തോറ്റു. ബാത്റൂമിൽ ഉറുമ്പ്, അടുക്കളയിൽ ഉറുമ്പ്. നമ്മൾ പ്ലാസ്റ്റിക് കവറുകൾ മാസം പ്ലാസ്റ്റിക് കൊണ്ടുപോകാനായിട്ട് ചേച്ചിമാർ വരുമല്ലോ, ആ പ്ലാസ്റ്റിക് വയ്ക്കുന്ന കവറിലും കടിക്കുന്ന ഉറുമ്പുകളാണ്. അതാണ് ഇവിടുത്തെ സ്ഥിതി. അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ, സുഖമല്ലേ എല്ലാവർക്കും? ഇന്ന് സൺഡേ ആയിട്ട് എല്ലാവരും പള്ളിയിൽ പോയോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ സുഖമല്ലേ? പിന്നെ എന്താ പറയുക, അപ്പോൾ എനിക്ക് എൻ്റെ കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. എൻ്റെ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മഞ്ഞപ്പൊടിയൊക്കെ പുരട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് പാകത്തിനുള്ള ഉപ്പ് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് സെഫാക്കൂട്ടനെ അപ്പുറത്ത് അമ്മ നോക്കുന്നുണ്ട്. അമ്മ നോക്കണ്ട്, അല്ലാണ്ട് അവനെ ഒറ്റയ്ക്ക് ഇരുത്താൻ പറ്റത്തില്ല. അങ്ങനെ അവൻ മോളിൽ കയറലും വീഴലും ഒക്കെ പതിവായി. ഇപ്പോൾ ഒരാളെപ്പോഴും ഇല്ലെങ്കിൽ പ്രശ്നമാണ് എന്നുള്ള സ്ഥിതിയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇറച്ചിയും ഉപ്പ് മഞ്ഞപ്പൊടിയും പുരട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ, ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ മുളക് പൊടി ഇടില്ല, വേറെ ഒന്നും കൊണ്ടല്ല. പിള്ളേർക്ക് അല്ലെങ്കിൽ കഴുകി കൊടുക്കേണ്ടി വരും. അപ്പോൾ പിള്ളേർക്ക് മാറ്റിയിട്ട് കാച്ചുമ്പോൾ മുളക് പൊടി. സെഫിക്കൂട്ടനെ ഒരു കുഞ്ഞി കാറുണ്ട്, അത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അമ്മ ജാതിക്കുരും പത്തിരിയൊക്കെ തൊണ്ട് പൊളിച്ച് വെയിലത്താക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒന്ന് വെയിൽ കണ്ടു. ഏത് സമയം ഈ മഴ പെയ്യാട്ടോ, ആ രീതിയിലാണ് കാര്യങ്ങൾ. അപ്പോൾ അതേ എനിക്ക് സബോള അരിഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. മുളക് പൊടി ഞാൻ ഇടില്ല, കാച്ചുമ്പോൾ ഇടുള്ളൂ. അപ്പോൾ വേഗം തന്നെ സബോള അരിഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആളാണ് വളപ്പിൽ പോണത്, അതിനെ കിട്ടിയാലാണ് വളപ്പിൽ പോണത്. ആൾ വളപ്പിൽ പോയിട്ട് രാവിലെ പണി ഉണ്ടെങ്കിലാണ് ഉണ്ടാവും. ഇപ്പോൾ കുറച്ച് നാളായിട്ട് എന്നും പണിയൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ലാണ്ട് പോകുന്നുണ്ട്. അങ്ങനെ പോട്ടെ, നിലനിൽപ്പാണ് നമുക്ക് വേണ്ടതല്ലോ. നമുക്ക് കുറേ പൈസയോ അല്ലെങ്കിൽ കുറേ എന്താ പറയുക, കുറേ കാര്യങ്ങളോ വലിയ വീടോ അല്ലെങ്കിൽ അതൊന്നുമല്ല. നമ്മുടെ മക്കളാണ് നമ്മുടെ സമ്പാദ്യം എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ മക്കളെ എത്രത്തോളം നന്നായിട്ട് പഠിപ്പിക്കാമോ അത്രത്തോളം പഠിപ്പിക്കുക, അത്രത്തോളം നന്നായി നോക്കാൻ പറ്റുമോ അത്രത്തോളം നോക്കുക. ദേഷ്യ സങ്കടമൊക്കെ വരും, പക്ഷേ അതൊക്കെ ബാലൻസ് ചെയ്ത് പോകണം, വേറെ വഴിയില്ലല്ലോ. അപ്പോൾ ആളാണ് വളപ്പിൽ പോകാം കേട്ടോ. ആൾ പോയി ജാതിക്കുരു ഒക്കെ പറക്കിക്കൊണ്ട് വരും. രാവിലെ അമ്മ പോകണ്ടല്ലോ എന്ന് കരുതി. അമ്മ ഒന്നാമത്തേന് കാലിന് വയ്യാത്തതാണ്. അപ്പോൾ രാവിലെ തന്നെ പോയി എല്ലാവിടെയും വീണാൽ തന്നെ പ്രശ്നമാണ്. എന്നാലും ആൾ തിരിഞ്ഞൊരു 3:30 സാറിൻ്റെ മോള് പറഞ്ഞ ടൈമാണെന്ന് തോന്നും. അപ്പോൾ സെഫാൻകുട്ടിനെ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോകും. അവളെ സ്കൂൾ ബസ്സിലേക്ക്
പിക്ക് ചെയ്ത് കൊണ്ടുവരാൻ ഞങ്ങളുടെ വീടിൻ്റെ അതിൽ രാവിലെയാണ് പോക്ക്. വൈകിട്ട് സ്കൂൾ വിട്ട് വരുമ്പോൾ സാൻ്റെക്കുട്ടനെ ഞങ്ങളുടെ സൊസൈറ്റിയിൽ അവിടെ ബസ് സ്റ്റോപ്പിൽ പോയി കൊണ്ടുവരണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലാണ് ഫസ്റ്റ് ട്രിപ്പിന് പോന്നോളാൻ പറഞ്ഞു ഞങ്ങളോട്. വണ്ടിക്കാരോടും ടീച്ചറോടൊക്കെ അങ്ങനെ പറഞ്ഞു. വേറെ ഒന്നും കൊണ്ടല്ല, അവിടെ നിന്ന് പരിധിയില്ലാത്ത സാധനങ്ങൾ കണ്ട് അങ്ങനെയൊന്നും വേണ്ടല്ലോ, അങ്ങനെ പോന്നോട്ടെ എന്നുള്ള അർത്ഥത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇഞ്ചി നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇഞ്ചി തൊലി കളഞ്ഞ് ഇനിമ കഴുകി ചതയ്ക്കും. ഞാൻ കുരു നരിയില്ല, എന്നാലാണ് അതിൻ്റെ ഒരു എന്താ പറയുക, ഇഞ്ചി നമ്മൾ കടിക്കാൻ കിട്ടരുത്. നല്ല ചതച്ച് അതിൻ്റെ കുഴമ്പ് രൂപത്തിലായി പേസ്റ്റ് രൂപത്തിലാക്കും. എന്നിട്ട് ഇഞ്ചി പേസ്റ്റൊക്കെ കടന്ന് മേടിക്കാൻ കിട്ടും. അതൊന്നും കൊള്ളില്ല കേട്ടോ. വെളുത്തുള്ളി പേസ്റ്റോ അങ്ങനെ എന്തൊക്കെയോ കിട്ടും. ഇഞ്ചി പേസ്റ്റ് കിട്ടുമെന്ന് എനിക്കറിയില്ല, വെളുത്തുള്ളി പേസ്റ്റൊക്കെ കിട്ടും. ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് ആൾക്കാരൊക്കെ വാങ്ങിക്കുന്നത്. ഒക്കെ കെമിക്കലാണ്. പിന്നെ ഇഞ്ചിയിലും വെളുത്തുള്ളിയിലും തന്നെ ഉണ്ടാവും കെമിക്കൽ. അപ്പോൾ ഇഞ്ചി പേസ്റ്റിലും വെളുത്തുള്ളി പേസ്റ്റിലൊക്കെ എത്രത്തോളം കെമിക്കൽ ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ കിടക്കേണ്ടത് ഇപ്പോൾ ക്ലീൻ ആക്കേണ്ടതായിട്ടുണ്ട്. കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട് ആവി വരാൻ വേണ്ടിയിട്ട്, വിസിൽ വരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കഞ്ഞി കുടിക്കാനായിട്ട്. അടിച്ചു വാരൽ അമ്മ വാരിയായിരുന്നു. ഞങ്ങൾ പള്ളിയിൽ പോയേക്കായിരുന്നു. ആ സമയത്ത് അമ്മ ചോറ് വെച്ചു, അടിച്ചു വാരിയും അങ്ങനെയൊക്കെ ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനിവിടെ സെഫാൻകുട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അവന് പുറം കടിക്കണം, അവിടെ അമ്മമ്മയുണ്ട്. അപ്പോൾ അവൻ അമ്മ എന്നും പറഞ്ഞ് വന്നേക്കാം, പുറം കടിക്കരുതെന്നും പറഞ്ഞ് വന്നേക്കാം. അപ്പോൾ വേഗം തന്നെ മാന്തിയൊക്കെ കൊടുത്ത് 1-2 പാത്രങ്ങളൊക്കെ കഴുകേണ്ടതായിട്ടുണ്ടായിരുന്നു. അതൊക്കെ വേഗം തന്നെ തേച്ചിൻ്റെ ഇതിൻ്റെ ചീനച്ചട്ടിയിലാണ് കാച്ചേണ്ടത്. അതിൽ നമ്മൾ ഇറച്ചി നുറുക്കിയായിരുന്നല്ലോ, അപ്പോൾ അത് നന്നായിട്ട് കഴുകി വെക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ കഞ്ഞി കുടിക്കണം. രാവിലെ പുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാനൊരു പള്ളിയിൽ പോയി വന്ന സെഫുകുട്ടനെ ഒരു 8:15 ഫുഡ് കൊടുത്തു. പുട്ട് അവന് പഴം കൂട്ടി കൊടുത്തപ്പോൾ അവന് തുപ്പണം, അവന് നോക്കാനും വേണ്ടി. അപ്പോൾ ഞാൻ പുട്ടിൽ കുറച്ച് കട്ടൻ ചായ ഒഴിച്ച് കൊടുത്തതെന്ന് വെച്ചാൽ കട്ടൻ ചായ നല്ലതൊന്നല്ല പിള്ളേർക്ക് കൊടുക്കാൻ പാടില്ല. ഞാൻ കൊടുക്കാറില്ല കേട്ടോ, എൻ്റെ കുട്ടികൾക്ക് കട്ടൻ ചായ കൊടുക്കാറില്ല. സാധനമോൾ വല്ലപ്പോഴൊക്കെ ചോദിക്കും ഇത്തിരി കട്ടൻ ചായ തരുമോ എന്ന്. അങ്ങനെയാണ് കൊടുക്കുക, അല്ലാണ്ട് അവരെ നിർബന്ധിച്ച്. നേരം വെളുത്ത് എനിക്കുമ്പോൾ ചൂടുവെള്ളം കൊടുക്കാതെ, ഇളം ചൂടുവെള്ളം കഞ്ഞികൂടിയൊക്കെ കഴിഞ്ഞു. സെഫുട്ടിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട്. ഇതേ മിടുക്കനായി പൊട്ടൊക്കെ കുത്തി പൂജയൊക്കെ എഴുതി. അവൻ ഈ 2 പാവക്കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. 2 പാവക്കുട്ടികളത് അവൻ്റെ ടിങ്സ് മാതിരി അവൻ നോക്കും. അവന് എപ്പോഴും വേണം അത്, ഉറങ്ങാൻ പോകുമ്പോഴൊക്കെ കൂടെ വേണം. അപ്പോൾ സെഫുഡിനോട് നമ്മൾ 1-2 കാര്യങ്ങൾ ചോദിക്കാൻ പോകണം. അവനെങ്ങനെ പ്രതികരിക്കുന്നു നോക്കാം. എങ്ങനെ പൊന്നൊക്കെ അറിയാ, എങ്ങനെയൊക്കെ അറിയാന്ന് കാണിച്ചെന്ന് കാണിച്ചതായോ? ഈ കാണിച്ചോ? ഈ അങ്ങനെ കാണിച്ച 2 കൈ കൊണ്ടും കാണിച്ചാ, കൈ കൊണ്ട് തിരുമ്മി കാണിച്ചാ. ഈ ശരിക്കായിട്ടില്ല, അങ്ങനെ കാണിക്കാറുണ്ട്. ഇനി എങ്ങനെ ചിരിക്കാതെ കാണിച്ചെന്ന് ആക്കി കാണും കേട്ടോ. അപ്പോൾ ഇതേ സെഫാൻകുട്ടനെ കുതിരവണ്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് സാൻ്റെ മോൾക്ക് ചെറുപ്പത്തിൽ അപ്പാപ്പ മേടിച്ചു കൊടുത്ത് ഞങ്ങളുടെ മൂത്ത ചേട്ടനാണ്. അമ്മ കുറച്ച് വേസ്റ്റുകൾ കളയാൻ പോയിട്ട് വന്നാണ് അവന് ഫുഡൊക്കെ കൊടുത്ത്. ഇനി പഴമാണ് കൊടുത്തിട്ടോ, നേന്ത്രപ്പഴം കൊടുത്തായിരുന്നു. കുരുന്നുരുക്കി വയലച്ച് കൊടുത്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എനിക്ക് അലക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഓർത്ത് പൈപ്പിൽ വെള്ളം തിരിച്ചിട്ടിട്ട് ഞാൻ പോയി സോപ്പും കണ്ടെടുത്തിട്ടുണ്ടോ. അമ്മ അലക്കായിരുന്നു. ആളുടെ വർക്കിംഗ് ഡ്രസ്സും അമ്മയുടെ ഡ്രസ്സും അമ്മ അലക്കായിരുന്നു. കൊച്ച് ഇടയ്ക്കിടയ്ക്ക് വാശി പിടിക്കും. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് പറ്റത്തില്ല, തിരിച്ചൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അമ്മ ഒരു ഹെൽപ്പിങ്ങിന് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ അത് വേഗം തന്നെ അലക്കാൻ നോക്കണം കേട്ടോ. അതിനിടയിൽ അവനൊരു പൂ പൊട്ടിച്ചുകൊണ്ട് വന്ന് അത് വായിലിടുക, അത് പിടിച്ച് തിരിച്ചുകൊണ്ടിരിക്കുക, കൊലുമിട്ടായി വായിലിടണം. അപ്പോൾ ഞാൻ ആ പൂ മേടിച്ച് കളഞ്ഞിട്ട് അമ്മയുടെ കൂടെ ഉമർത്തുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ വന്നേക്കാണ് കേട്ടോ. അമ്മ 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 എന്നൊക്കെ പറഞ്ഞാൽ വന്നേക്കാണ് കേട്ടോ. അതൊന്നല്ല, അവൻ പെരക്കിച്ചിട്ട് ഓടും കിടന്നു. അതായത് ഞാനൊന്ന് ചെരുപ്പിടിച്ച് പോയി. അപ്പോൾ അവന് കാല് കല്ലുമ്പോൾ കുത്തിക്കൊള്ളില്ലല്ലോ, വേദന എടുക്കില്ലല്ലോ ചെരുപ്പിട്ട്. അപ്പോൾ അവൻ എന്താണെന്നറിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടണതേ കണ്ടില്ലേ, അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഓടണത്. അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടണം, ഒരു നിവൃത്തിയില്ലാത്തതാണ്. അപ്പോൾ അമ്മ പറഞ്ഞു അത് ഓടണമെങ്കിൽ കുഴപ്പമില്ല, അമ്മ ഒന്ന് സൂക്ഷിച്ചോളാം പറഞ്ഞു. അവൻ വീഴാൻ പോയപ്പോൾ അമ്മ പിടിച്ചതാണ് കണ്ടു കേട്ടോ. ഞാൻ പെരക്കിച്ചിട്ട് ഓടേണ്ടി വന്നു. വേറെ ഒന്നുമില്ല, സെഫാൻകുട്ടൻ പെരക്കിച്ചിട്ട് കൂടിക്കൊണ്ടിരിക്കുക. പാലക്കാട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. അങ്ങനെയാണ് നമ്മുടെ പണികളൊക്കെ അങ്ങനെ കുറേശ്ശെ. അപ്പോൾ അവനതേ കൈ പിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ വേഗം അവൻ ഇനിയും ഓടാൻ പോകണം. അപ്പോൾ വേഗം അവൻ്റെ ചെരുപ്പ് ഊരാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ അവൻ്റെ ഓട്ടം കുറയും എന്ന് പറഞ്ഞു. അവന് മാത്രമല്ല ഉറക്കം തന്നെ. അവന് ഫോർമുല നിർത്തിയിട്ടോ, അവൻ്റെ ഫോർമുല മിൽക്ക് നിർത്തി. അവനിപ്പോൾ പശുപാല കാച്ചി കൊടുക്കണം. അപ്പോൾ അതേ എൻ്റെ കെട്ടിയോ ഞാൻ ടാറ്റ പറഞ്ഞ് വിടാൻ നാളെ ചോറ് പണീനോടുത്തുനിന്ന് കഴിച്ചു എന്ന് പറഞ്ഞത് ബീഫ് കൂട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹലോ ഗൈസ്, അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ. ഞാൻ ഇത്രയൊക്കെ ക്യാപ്ചർ ചെയ്തിട്ടുള്ളൂ. അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക, അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
അപ്പോൾ അതേ ചെഫുട്ടിൻ്റെ ചോറുമാ മോൾക്കണ അടിച്ചു കൂട്ടാനൊക്കെ റെഡി ആയിട്ടുണ്ട്. ആള് പണിക്ക് പോയിട്ടോ, ഉച്ച വരെയില്ല, വൈകുന്നേരം വരെ പണിയുണ്ട്. സൺഡേ ആണ്, രാവിലെ 6:30 കുർബാനയ്ക്ക് പോയിട്ടാണ് കേട്ടോ പണിക്ക് പോകുന്നത്. ഞാനും പോയിരുന്നു, സെഫാക്കുണ്ടെ കൊണ്ടുപോയിരുന്നു. പിന്നെ അമ്മ അങ്ങനെ പോകാറില്ല, ബുദ്ധിമുട്ടാണ് പോകാൻ, അത് കാരണം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ സെഫാക്കുണ്ടെ ചോറ് കൊടുക്കണം, എനിക്കും അമ്മയ്ക്കും ചോറ് കഴിക്കണം. ഓക്കെ, ടാറ്റ ബൈ. ടാറ്റ കൊടുത്ത് വീഡിയോ ആയിട്ട് പുതിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ഇതിപ്പോൾ ഒരു ഇത്തിരി വലിയ വീഡിയോ ആണ്. ബൈ, സീ യു.